ഇന്ന് ത്രില്ലിംഗ് സൺഡേ ആണ്. ഇന്നാണ് ഇന്ത്യ ന്യൂസിലൻഡുമായി നേർക്കുനേർ ഫൈനൽ പോരാട്ടത്തിൽ അഹമ്മദാബാദിൽ രാത്രി 7-ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഒറ്റ ഷോയാണ്. അത് സഞ്ജു ചേട്ടന്റെ മാസ് ഷോയാണ്. ആ സഞ്ജു ചേട്ടന്റെ മാസ് ഷോ കാത്തിരിക്കുന്നത് നമ്മൾ മാത്രമല്ല, കൊച്ചു കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊപ്പം ആദിൽ പാലോട് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും തത്സമയം. അതിൽ ഇന്ന് സഞ്ജു ചേട്ടന്റെ മാസ് ഷോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് പൊളിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും തകർത്തടിച്ച ആ ഇന്നിങ്സ് കാത്തിരിക്കുകയാണ് അനിയന്മാരെന്ന് തോന്നുന്നു. എന്താണ് കുഞ്ഞനിയന്മാർ പറയുന്നത്? അരുൺകുമാർ, ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ പറയുന്നത് കേൾക്കാം. സഞ്ജുവിനെ ഒരു ആശംസ അറിയിക്കുകയാണ്. സഞ്ജു സാംസൺ ഇന്ന് 200-നും കൂടുതൽ അടിക്കും. 200-ൽ കൂടുതൽ ഇന്ത്യൻ ടീമിനായിരിക്കും അടിക്കാൻ. 200 ഇന്ത്യൻ ടീം അടിക്കും എന്നുള്ളതാണ്. സഞ്ജുവിന് വേണ്ടി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇവര്. ഏതായാലും അരുൺകുമാർ, ഇതാണ് വലിയ ആവേശത്തിലാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ആകെ യുവത്വം എന്നുള്ളതാണ്. ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ വലിയ ത്രില്ലടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇതിപ്പോൾ കൊച്ചിയിലെ ഒരു ടർഫിൽ ഇപ്പോൾ കുട്ടികളെല്ലാവരും ക്രിക്കറ്റ് പഠിക്കാനെത്തിയ ക്രിക്കറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരെല്ലാവരും സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്നെന്താ പ്രതീക്ഷ? സഞ്ജുന്റെ ഫോം കൊണ്ട് സഞ്ജു എന്തായാലും 200 അടിക്കും. ഇത്തവണയും മാൻ ഓഫ് ദ മാച്ച് ആവോ? സത്യം. ടെൻഷൻ അടിച്ചു പോയി. ടെൻഷൻ വേണ്ട. ശരിക്കും സഞ്ജുവിന് പോലും ഇത്ര ടെൻഷൻ ഇല്ല, നമുക്കാണ് ടെൻഷൻ അല്ലേ? അതെ. കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ബ്യൂട്ടിഫുൾ. എന്തൊക്കെയായിരുന്നു? കളി കാണാറുണ്ടോ? കളി കാണാറുണ്ട്. കഴിഞ്ഞ തവണ ഏതൊക്കെയാ, ഇത്രയൊക്കെയാണ് റൺ? 97 നോട്ട് ഔട്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്, 89 അഗൈൻസ്റ്റ് ഇംഗ്ലണ്ട്. അതാണ് എല്ലാം അറിയുന്ന കൊച്ചു കുട്ടികളാണ്. ഇത്തവണ എത്ര അടിക്കും? സെഞ്ചുറി അടിക്കും? 100 അടിക്കും, ഉറപ്പ്. ഇന്ന് മാൻ ഓഫ് ദ മാച്ച് ആവണമെന്നാണ് ഇന്ത്യ ജയിക്കണം എന്തായാലും. അപ്പൊ സഞ്ജു ഏറ്റവും അടിപൊളിയായിട്ട് കളിച്ച് ഇന്ത്യയെ ജയിപ്പിക്കണം. ഇവിടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. എന്താ അഭിപ്രായം? സഞ്ജു ഇത്തവണ കലക്കുവാ? കലക്കും. സഞ്ജു കലക്കും. അടിക്കും. 100 അടിച്ചിരിക്കുന്നു. 100 അടി. എന്താ അഭിപ്രായം? ഇന്നെന്താ സഞ്ജു അടിച്ച് ഓടിക്കും. പിന്നെ ന്യൂസിലാൻഡിനെ അടിച്ച് ഓടിക്കും. പിന്നല്ലാതെ അങ്ങനെ ഒരു ഇവിടെ കളിയൊക്കെ കാണാൻ പ്രത്യേക സ്ക്രീനൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നല്ലേ ഇവിടെ പരിസരത്തൊക്കെ? പിന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ആവശ്യത്തിലാണ്. പിന്നല്ലാണ്ട് സഞ്ജു ശരിക്കും കുറച്ച് നാള് ഫോം ഔട്ട് ഒക്കെ ആയിരുന്നു. അതിന്റെ എല്ലാ പ്രശ്നവും തീർത്തു. അതെ. ഈ അവസാനത്തെ 2 മാച്ചില് വിമർശകരുടെ വായടപ്പിച്ചു. പിന്നില്ല ആണല്ലേ? അതാണ്. സഞ്ജുവിന് വിളിച്ചോ. അതായത് അരുൺകുമാർ, ഇതാണ് വലിയ ആവേശത്തിലാണ്. സാറേ, എന്തുകൊണ്ട് സഞ്ജുവിന്റെ ഫോമിൽ ഇപ്പോൾ പ്രതീക്ഷയുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം ലാസ്റ്റ് 2 മാച്ച് ദ വേ ഈസ് പ്ലേയിങ്, ഐ തിങ്ക് ഇന്ത്യക്ക് നല്ല ചാൻസ് ഉണ്ട്. ദ വേ സഞ്ജു ഈസ് ബാറ്റിംഗ്, പിന്നെ ബുംറയുടെ ബോളിംഗും, ഐ തിങ്ക് ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഈ മാച്ചിന്റെ. അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ സഞ്ജു കളിയിലെ താരമാകുമെന്ന പ്രതീക്ഷയിൽ കേരളം കാത്തിരിക്കുന്നു. അരുൺകുമാർ, കുട്ടികളൊക്കെ സഞ്ജുവിനെ റോൾ മോഡലാക്കി ക്രിക്കറ്റ് പരിശീലിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ്. ആദിൽ പാലോട്, ഇന്നലെ ഗുജറാത്തിൽ നിന്ന് വന്ന വാർത്ത എന്ന് അറിയോ? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് ചുറ്റും ജേഴ്സി വിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമ്മുടെ സഞ്ജു സാംസന്റെ ജേഴ്സിക്കായിരുന്നു. അപ്പ ചില ആളുകളൊക്കെ സഞ്ജു സാംസണിന്റെ ജേഴ്സിക്ക് വില കൂട്ടി വിൽക്കുന്ന കാഴ്ചയും അവിടെ കണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാലും സന്തോഷമുള്ളൊരു കാര്യമല്ലേ? കുറച്ച് ദിവസം മുമ്പ് വരെ സഞ്ജു സാംസനെ എല്ലാവരും എഴുതിത്തള്ളി. സഞ്ജു സാംസന്റെ ജേഴ്സിക്കൊന്നും ഒട്ടും ഡിമാൻഡില്ലായിരുന്നു, ആരും വാങ്ങിയില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് കളി മാറി. സഞ്ജു സാംസന് വിലയുള്ളതുപോലെ തന്നെ സഞ്ജു സാംസന്റെ ജേഴ്സിക്കും വില കൂടി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചരിത്രം പിറക്കും നമ്മുടെ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന്. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു.